അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങൾ എന്ന ഈ വിഷയത്തിൽ ഇതിനു മുമ്പും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച്, വിശുദ്ധ ഖുർആന്റെ പല അധ്യായങ്ങളെ കുറിച്ചും അതിന്റെ ചില വചനങ്ങളെ കുറിച്ചും എത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്നും ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു അത്ഭുത രഹസ്യത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഭൂമി അജൈവമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ജൈവ പദാർത്ഥങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്, എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുള്ളത്, അഥവാ ജീവന്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യത്തിലേക്ക് ജൈവശാസ്ത്ര പഠനങ്ങളും എത്തി നിൽക്കുന്നു എന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ഒരു അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യനുമായി യാതൊരു ബന്ധം പോലും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇവിടെ ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ചും ഓരോ രാസപദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ ഉത്ഭവം ഉണ്ടാവുക എന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ്. അള്ളാഹുവിന്റെ തുടക്കം എന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായി ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഫ്ലൈറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ ചിറകിനെയും അതിന്റെ സീറ്റിനെയും അതിന്റെ ടയറിനെയും അതിന്റെ ഇഞ്ചിനെയും അതിന്റെ മറ്റ് പല ഘടകങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിന്റെ ചിറകുകളും സീറ്റുകളും ഇഞ്ചിനുകളും ടയറുകളും എല്ലാം പല പല കമ്പനികളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ ഒരു പക്ഷേ ടയറാണ് നിർമ്മിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ നെറ്റ് ബോൾട്ടുകളാണ് നിർമ്മിക്കപ്പെടുന്നത്. എങ്കിലും ഇതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത് ഫ്ലൈറ്റ് നിർമ്മിക്കുക എന്നതാണ്. എന്നതുപോലെ തന്നെ അജൈവമായ അവസ്ഥയിൽ നിന്ന് ചില രാസപദാർത്ഥങ്ങൾ രൂപം കൊള്ളുക എന്നുള്ള ഒരു തത്വം, ഹലക്കഹു മിൻ തുറാബ്, പൊടിമണ്ണിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം പറയുന്ന ഓരോ വാക്യങ്ങളും എന്താണ് പറയുന്നത് എന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ പൊടിമണ്ണിനെ കുറിച്ച്, പൊടിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നതെങ്കിൽ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു ഹലക്കക്കും മിൻ തീൻ, അള്ളാഹു കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നു. കളിമണ്ണ് എന്ന് പറയുമ്പോൾ അതിൽ വെള്ളത്തിന്റെ ഈർപ്പമുള്ള ഒരു തരം, പൊടിമണ്ണിൽ നിന്ന് മാറി കളിമണ്ണ്, വെള്ളത്തിന്റെ ഈർപ്പമുള്ള മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള മറ്റൊരു സ്ഥലത്ത് പറയുന്നു. വേറെ ഒരു സ്ഥലത്ത്, അതായത് സൂറത്ത് 55-ന്റെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് ഹലക്കൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമൺ പാത്രത്തിന്റെ കഷ്ണം പോലെയുള്ള ദീപരസമുള്ള കളിമണ്ണിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമൺ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പോലെയുള്ള, രണ്ട് കളിമൺ പാത്രത്തിന്റെ കഷ്ണങ്ങൾ എടുത്ത് തമ്മിൽ മുട്ടിയാൽ ശബ്ദിക്കുന്നത് പോലെ ഒരവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള പറയുന്നു. പൊടിമണ്ണ് മാറി ചെളിമണ്ണിൽ നിന്ന് വന്ന് പിന്നീട് അത് കളിമണ്ണിന്റെ ഈ മുട്ടിയാൽ മുഴങ്ങുന്ന ഉണങ്ങിയ അവസ്ഥയിലേക്ക് വന്നു. ഇതേപോലെ ഇത് തന്നെ അള്ളാഹു വേറൊരു സ്ഥലത്ത് പറയുന്നു, കറുത്ത ദീപരസമുള്ള മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന്, അതായത് കറുത്ത ദീപരസമുള്ള മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് 15-ാമത്തെ സൂറത്തിന്റെ 27 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പറയും. ഇതേപോലുള്ള വചനങ്ങൾ വേറെയും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു ഈ രീതിയിൽ മനുഷ്യനെ അതേപോലെ ധൃതിയിൽ നിന്ന് സൃഷ്ടിച്ചു, വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചു, ധൃതിയിൽ നിന്ന് സൃഷ്ടിച്ചു, ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ഇങ്ങനെയുള്ള പല സൃഷ്ടിപ്പുകളെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു തരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഏതെങ്കിലും ഒരു രീതിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതിനെ കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. പ്രത്യേകിച്ച് നാം വിശ്വസിക്കുന്നത് പോലെ ആദം നബിയെ ചവിട്ടിക്കുഴച്ച കളിമണ്ണിൽ നിന്ന്
വാർപ്പ് രീതിയിൽ പൊടുന്നനെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു തത്വം വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ കേൾക്കുന്ന ആളുകളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, തൽക്കാലം നിങ്ങളുടെ മനസ്സിലുള്ള ആദം നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ മനുഷ്യനാണെന്നും അതിന്റെ വാരിയല് കൊണ്ട് ഹവ്വയെ സൃഷ്ടിച്ചു എന്നൊക്കെ ഒരു വിശ്വാസമുള്ളത് തൽക്കാലം കുറച്ചു നേരം മാറ്റി വെച്ചുകൊണ്ട് എന്താണ് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റേതായ ഒരു കാര്യവും പറയുന്നില്ല, വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ത് പറയുന്നു എന്ന വസ്തുതയിലേക്കാണ് നിങ്ങളെ ചിന്തയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷമായി തന്നെ ഇത് കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ ജീവൻ ഘട്ടം ഘട്ടമായി രൂപപ്പെട്ടതിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ അള്ളാഹു വാർപ്പ് രീതിയിൽ പൊടുന്നനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗുണമല്ല അള്ളാഹുവിൻ്റെതെന്ന് ആദ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഒരു ഗുണം നാമമായി അള്ളാഹ് പറയുന്നു റബ്ബ് എന്നുള്ളതാണ്. റബ്ബുൽ ആലമീൻ, മുഴു ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും റബ്ബ് എന്ന ഗുണത്തിലൂടെയാണ് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സൂറ ഫാത്തിഹയിൽ തന്നെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, അതിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക്, അതിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക്, ഇങ്ങനെ ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കപ്പെടുന്ന ഗുണമാണ് അള്ളാഹുവിൻ്റെത് എന്ന് അള്ളാഹ് സൂറ ഫാത്തിഹയിൽ പോലും വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഗുണം ഏത് രീതിയിലാണോ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, ആ സൃഷ്ടിപ്പിന് അള്ളാഹുവിന് ഏത് രീതിയിലുള്ള ഗുണമാണോ അള്ളാഹ് വ്യക്തമാക്കുന്നത്, ആ രീതിയിൽ മാത്രമേ, അള്ളാഹുവിന്റെ ഗുണത്തിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നാം തിരിച്ചറിയേണ്ടതുള്ളൂ. മനുഷ്യൻ സൃഷ്ടിക്കുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത് അള്ളാഹ് തന്നെ മറ്റു പല ആയത്തുകളിലൂടെയും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണമായി അല്ലദീ ഹലക സമാവാതി തിബാതൻ, ആകാശങ്ങളെ 7 ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഘട്ടങ്ങളിലായി ഒരു ഘട്ടത്തിൽ ഒരു അവസ്ഥയാണെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അതിന്റെ വേറൊരു അവസ്ഥ, അങ്ങനെ പരിണാമത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു സന്ദേശമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. ഇത് തന്നെ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, മാലക്കും ലാ തർജഊന ലില്ലാഹി വഖാറ വഖദ് ഹലകക്കും അദ്ബാറ, നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുവിന്റെ മഹത്വത്തെ വകവെച്ചു കൊടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? അവൻ നിങ്ങളെ വിവിധ രൂപങ്ങളിലും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. 71-ാമത്തെ സൂറത്തിന്റെ 14-15 വാക്യങ്ങളിൽ അള്ളാഹു മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹ് വ്യക്തമായിട്ട് പറയുന്നു. വേറെ ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത്, നിങ്ങൾ തീർച്ചയായും ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതായത് ഒരു ഘട്ടത്തിൽ തന്നെ, ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതല്ല, ഈ അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് അള്ളാഹു സൂറത്ത് അൽ ഇൻഷിഖാഖിന്റെ 20-ാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. ഇവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യനെ ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ചില അവസ്ഥകളെ കുറിച്ചാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്ന് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകൾ വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ മനുഷ്യനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് പോലും, ഇതിന് തുടക്കം കുറിക്കുന്ന ചില പൊടിമണ്ണിന്റെ അവസ്ഥ ആയിരിക്കുമ്പോൾ പോലും അള്ളാഹു പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള അവസ്ഥ. കളിമണ്ണിനെ കുറിച്ചും അള്ളാഹ് അവിടെ പറയുന്നത് അതും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, പല ഘട്ടങ്ങളിൽ അള്ളാഹു ഉദ്ദേശവും അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളും എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഘട്ടം ഘട്ടമായി ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വ്യക്തമാക്കുമ്പോൾ, ജൈവശാസ്ത്രപരമായി ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് അനിവാര്യമാണ്. വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ഇൻസിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ് അള്ളാഹു ജിന്നിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇതിന്റെ മുമ്പ് മറ്റൊരു സൃഷ്ടിപ്പുണ്ട്, അത് ഇതിനു ശേഷം പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നതുകൊണ്ടാണ് ഞാൻ അത് രണ്ടാമത് പറയാം എന്നുള്ളതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇവിടെ
ഈ പറയപ്പെട്ട വിഷയത്തെക്കുറിച്ച് സയൻസിന്റെ പഠനങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിലേക്കാണ് ഞാൻ അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ജീവന്റെ ആവിർഭാവത്തിന് 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും പരിസ്ഥിതിയുടെയും അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് അന്ന് സ്വതന്ത്രമായ ഓക്സിജൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാണ്. മാത്രമല്ല, ഓസോൺ പാളി അന്ന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ അജൈവ വസ്തുക്കൾ ജൈവ പദാർത്ഥങ്ങൾക്ക് രൂപം നൽകണമെങ്കിൽ ഓസോൺ പാളികളോ അല്ലെങ്കിൽ സ്വതന്ത്രമായ വായു ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് മാത്രമേ അജൈവമായ അവസ്ഥകൾ ജൈവ രൂപങ്ങൾക്ക് രൂപം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ജൈവ വസ്തുക്കൾ രൂപം കൊള്ളണമെങ്കിൽ സ്വതന്ത്രമായ വായുവോ അതേപോലെ തന്നെ ഓസോൺ പാളികളോ നിർമ്മിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ മാത്രമേ അജൈവമായ അവസ്ഥയിൽ നിന്ന് ജൈവ വസ്തുക്കൾക്ക് രൂപം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതായത് ഭൂമി ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായ ഈ വായു ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ, വായു എല്ലാം ബന്ധിതമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ചില രാസപദാർത്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ സയൻസ് പറയുന്നത്. ഈ സയൻസ് JBS ഹെൽഡൻ എന്ന ഒരു ബ്രിട്ടീഷ് ജൈവ ശാസ്ത്രജ്ഞനാണ് ഇതിനെക്കുറിച്ച് അധികം പഠനം നടത്തി കുറെ കാര്യങ്ങൾ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓസോൺ പാളികളുടെ അഭാവം പ്രപഞ്ചത്തിന്റെ വിദൂരമായ കോണുകളിൽ നിന്നുള്ള റേഡിയേഷനുകളോ അല്ലെങ്കിൽ അതിന്റെ താപങ്ങളോ ഭൂമിയിലും സമുദ്ര ഉപരിതലത്തിലും പതിക്കുകയും അങ്ങനെ ഭൂമിയിലും സമുദ്രോപരിതലത്തിലും പതിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. കോസ്മിക് രശ്മികളുടെ ഈ ശരവർഷം ജൈവപൂർവ പദാർത്ഥങ്ങൾ രൂപം കൊള്ളാൻ സഹായകമായി എന്നാണ് ഈ JBS ഹെൽഡന്റെ കണ്ടെത്തലുകൾ. സമുദ്രത്തിൽ നിന്ന് ഈ പദാർത്ഥങ്ങളുടെ സംശ്ലേഷണത്തിന്റെ ഫലമായി അമിനോ ആസിഡുകളാണ് ആദ്യമായി രൂപപ്പെട്ടത് എന്നാണ് ഹെൽഡന്റെ കണ്ടെത്തൽ. ഈ അമിനോ ആസിഡുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് പ്രോട്ടീൻ ആകുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകമായ പ്രോട്ടീൻ ഉൽപ്പാദിക്കപ്പെട്ടത് ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് ഹെൽഡൻ പറയുന്നത്. ഇതുപോലെ സ്റ്റാൻലി എൽ മില്ലർ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ 1953 അദ്ദേഹം ഇതിനെക്കുറിച്ച് ലാബിൽ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതായത് ഒരു സ്ഫടിക പാത്രം കൊണ്ട് അതിനകത്തൊരു പ്രപഞ്ചം രൂപകൽപ്പന ചെയ്യുകയും അതിനകത്ത് മിഥേനും അതേപോലെ മറ്റ് ദ്രാവകങ്ങളും ഒഴിച്ച് അതിൽ ഒരു ചുട്ടുപഴുത്ത കോയിലുകൾ അതിനകത്ത് ഇറക്കി വെക്കുകയും അതിനെ തിളപ്പിച്ച് പത വരുന്ന രീതിയിൽ അതിനെ തിളപ്പിച്ചു കൊണ്ടിരിക്കുകയും അങ്ങനെ അവസാനം അത് ആ കോയിലിന്റെ ചുറ്റുഭാഗം ആസിഡിന്റെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ ഡാർവിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ലാബിലുള്ള പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ മുഖേനയല്ല എന്നും ഒരു നിഗമനങ്ങളാണ് ഡാർവിൻ സിദ്ധാന്തം എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പല നിരീക്ഷണവാദികളും എടുത്ത് പ്രയോഗിക്കാറുള്ളത് ഡാർവിൻ സിദ്ധാന്തം എന്നാണ്. ഡാർവിൻ സിദ്ധാന്തം എന്ന് പറയുന്നതിനേക്കാൾ ഈ സ്റ്റാൻലി എൽ മില്ലറൊക്കെ ഇത് ലാബിൽ വെച്ച് ഇതുപോലെ ഒരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള പരീക്ഷണങ്ങളിൽ വിജയിച്ച ആളുകളാണ്. അപ്പോൾ അവരിതിനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രാഥമിക പ്രപഞ്ചം സമുദ്രവുമായി പ്രവർത്തിച്ചുള്ള പ്രിമോഡിയനിൽ നിന്നാണ് ജീവന്റെ അടിസ്ഥാന ഘടകമായ ജൈവ വസ്തുക്കൾ ഉണ്ടായത് എന്നാണ് ഈ ലാബ് പഠനം അദ്ദേഹത്തെ ചേർന്നിട്ടുള്ളത് എന്നതും മറ്റൊരു വസ്തുതയാണ്. അതായത് സമുദ്രത്തിൽ വെച്ചാണ് ഈ ലായനികൾ കൂടിച്ചേരുന്നത് എന്ന ഒരു പഠനത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇപ്പം
മണ്ണിന്റെ ആ സൃഷ്ടിപ്പിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ അവസാനം ശാസ്ത്രം ചെന്നെത്തിയിട്ടുള്ളത് അമിനോ ആസിഡുകൾ അഥവാ അതിനുശേഷം അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന പ്രോട്ടീനുകൾ മനുഷ്യ അല്ലെങ്കിൽ ജീവന്റെ അടിസ്ഥാനമായ ഘടകം സൃഷ്ടിക്കപ്പെട്ടത് ഈ അവസ്ഥയിലാണ് എന്ന്, അതായത് ഓസോൺ പാളികൾ ഇല്ലാതിരുന്ന വായു ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ വിദൂരമായ കോണുകളിൽ നിന്ന് റേഡിയേഷനുകളും അതുപോലെ കോസ്മിക് രശ്മികളുടെയും ശകരവർഷമാണ് ഇത്തരം രാസപദാർത്ഥങ്ങൾ അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ വസ്തുക്കളിലേക്ക് രൂപമാറ്റം കാരണം എന്നാണ് ഇവിടെ സയൻസ് തെളിയിക്കുന്നത്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് അള്ളാഹു ജിന്നിനെ സൃഷ്ടിച്ചു, 4 തീയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനു മുമ്പ് മറ്റൊരവസ്ഥ കടന്നു വന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നത്. അതെന്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയതിനു ശേഷം ഈ ജിന്നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സയൻസ് എന്ത് പറയുന്നു എന്ന്, രണ്ടും എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മൂന്നാമത്തെ വിഷയവും നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം. വൽ ജാന ഹലഖനാഹു മിൻ ഖബ്ലു മിനൻ നാരി സമൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ 15-ാമത്തെ സൂറത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നു. അതായത് ഇതിനു മുമ്പ്, അതായത് മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് ചൂടുകാറ്റിന്റെ അഗ്നിയിൽ നിന്നും നാം ജിന്നിനെയും സൃഷ്ടിച്ചു. നാരി സമൂൺ എന്ന് പറയുമ്പോൾ പുകയില്ലാത്ത തീയെന്നോ ചൂട് കാറ്റെന്നോ ഒക്കെയാണ് അതിനർത്ഥം. ഇതാണ് നാം നേരത്തെ പറഞ്ഞത്, ഓസോൺ പാളികളുടെ അഭാവവും അതുപോലെ സ്വതന്ത്ര വായുവില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രപഞ്ചത്തിന്റെ വിദൂരമായ കോണുകളിൽ നിന്നുള്ള താപവും അതുപോലെ റേഡിയേഷനുകളും പതിച്ചാണ് ഈ അജൈവ പദാർത്ഥങ്ങൾ ജൈവ പദാർത്ഥങ്ങൾക്ക് രൂപമുണ്ടാകുന്നത് എന്ന് നാം പറയുകയുണ്ടായി. ഇത് തന്നെയാണ് ഈ വിശുദ്ധ ഖുർആനും ജിന്നിനെ സൃഷ്ടിച്ചു എന്ന പദം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാണ്. സയൻസിന്റെ പഠനം വിശുദ്ധ ഖുർആൻ അതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള അത്ഭുതമാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്ന മറ്റൊരു കാര്യം, വഹലക്കൽ ജാന മിൻ മാരിജിൻ മിനൻ നാർ, ജിന്നുകളെ അഗ്നിയുടെ ജ്വാലയിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുന്നു. ജിന്നിനെ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ്. അതാണ് പുകയില്ലാത്ത തീയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ അത് പറഞ്ഞത്. അത് എങ്ങനെയാണ് ആ സൃഷ്ടിപ്പ് നടന്നത് എന്നതിനെ കുറിച്ച് സയൻസും അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ജിന്ന് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മ ജീവികളെ കുറിച്ചാണ്. അതായത് ചില ബാക്ടീരിയകളെ കുറിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ചില വൈറസുകളെ കുറിച്ചെന്ന് പറയാം. ഇത് പറയാൻ കാരണം, ഇനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, നിങ്ങൾ എല്ലുകളിൽ മൂത്രമൊഴിക്കരുത്, അത് ജിന്നിന്റെ ഭക്ഷണമാണ്. അതുപോലെ ഉണക്ക കാഷ്ടങ്ങൾ കൊണ്ട് നിങ്ങൾ ക്ഷൗര്യം ചെയ്യരുത്, അത് ജിന്നിന്റെ ഭക്ഷണമാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ആ ഒരു ഭയങ്കരമായ ഒരു സയൻസ് ലോകത്ത് വെളിപ്പെട്ടത്. ഇന്നുള്ള പഠനങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? ഈ എല്ലുകളിലും അതുപോലെ ഉണക്ക കാഷ്ടങ്ങളിലും ചില രോഗാണുക്കളും വൈറസുകളും ഉണ്ട്. ഉണക്ക കാഷ്ടങ്ങൾ കൊണ്ട് ക്ഷൗര്യം ചെയ്താൽ ആ രോഗം മനുഷ്യന് സംഭവിക്കാൻ കാരണമാകും ചില വൈറസുകളുണ്ട്. ഇതേപോലെ എല്ലിലും ഇതേപോലെ വൈറസുകളുണ്ട്. അപ്പോൾ അത്തരം ബാക്ടീരിയയെ കുറിച്ച് ഒരു പഠനവും ഒരു അറിവും ഇല്ലാതിരുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് ജിന്നിന്റെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു സൂക്ഷ്മ ജീവിയെ കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആനും ജിന്ന് തീയിൽ നിന്ന്, പുകയില്ലാത്ത തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ല ജിന്നെന്ന് പറഞ്ഞ വലിയൊരു രൂപമായി നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പാടില്ല. തുടക്ക കാലഘട്ടത്തെ കുറിച്ചാണ്, പ്രപഞ്ചത്തിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ജൈവ പരിണാമത്തിന് മുമ്പ് ഏതൊരു ജൈവ രൂപവും നിലനിന്നിരുന്നത് വിദൂരമായ കോണുകളിൽ നിന്നുള്ള ചൂടിൽ നിന്നാണ് അത് ഊർജം സ്വീകരിച്ചിരുന്നത് എന്നാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സയൻസ് പറയുന്നത്. അജൈവ രൂപത്തിൽ നിന്ന് ജൈവരൂപം കൊണ്ട 2 ബാക്ടീരിയകളെ കുറിച്ച് സയൻസ് പ്രോകാരിയോട്ട് എന്നും യുക്കാരിയോട്ട് എന്നും ആയി ഇനം തിരിച്ചിരിക്കുന്നു. പ്രോകാരിയോട്ട് എന്ന
ഈ ബാക്ടീരിയക്ക് കോശഭിത്തി ഉണ്ടെങ്കിലും ന്യൂക്ലിയസ് ഇല്ല എന്നാണ്, ഏകകോശ ജീവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ യുക്കാരിയോട്ട് എന്ന ബാക്ടീരിയക്ക് കോശഭിത്തികളും ന്യൂക്ലിയസും ഉണ്ട് എന്നാണ് സയൻസ് അതിനെക്കുറിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് മറ്റുള്ള ജീവരൂപങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളത് ഈ 2 ബാക്ടീരിയകളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജീവന്റെ പൂർവഗാമികൾ എന്നറിയപ്പെടുന്ന ഇവയാണ് പിന്നീട് മറ്റ് ജീവികളായി പരിണാമപ്പെടുന്നത് എന്നാണ് സയൻസിന്റെ കണ്ടെത്തലുകൾ. ഈ പ്രോകാരിയോട്ട് ബാക്ടീരിയയും യൂക്കാരിയോട്ട് ബാക്ടീരിയയും ഉണ്ടാകുന്നതിന് മുമ്പ് അർക്കായി ബാക്ടീരിയ എന്നൊരു ബാക്ടീരിയയെ കുറിച്ച് ഒരു ശാസ്ത്രലോകത്തൊരു പഠനം നടക്കുകയുണ്ടായി. 1977 ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആർക്കായി ബാക്ടീരിയയാണ് എന്നും പിന്നീട് ആർക്കായി ബാക്ടീരിയയും മറ്റ് ബാക്ടീരിയകളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും അങ്ങനെ ഈ വ്യത്യാസങ്ങൾ കാരണം ശാസ്ത്ര ലോകം ആർക്കായി ബാക്ടീരിയയിലേക്ക് മതത്തിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിക്കാൻ കഴിവുള്ളവയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആർക്കായി ബാക്ടീരിയ നേരിട്ട് താപത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കപ്പെട്ടിരുന്നതാണ് എന്ന് ആധുനിക സയൻസ് പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വൽ ജാന ഹലഖ്നാഹു മിൻ ഖബ്ലു മിനൻ നാരി സമൂൻ. ഇതിനു മുമ്പ്, അതായത് മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് ചൂടുകാറ്റിന്റെ അഗ്നിയിൽ നിന്നും നാം ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ സയൻസിന്റെ പഠനം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടത് ഈ ചൂടുകാറ്റിൽ നിന്നാണ് സ്വീകരിക്കുന്നില്ലെങ്കിലും ഇതിന് ഊർജം സ്വീകരിച്ചിരുന്നതും അന്ന് അതിന്റെ നിലനിൽപ്പും ഈ ചൂടുകാറ്റിൽ നിന്നാണ് എന്ന് സയൻസ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാളെ അവർ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ നിന്നാണ് ജിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ സയൻസ് മറ്റൊരു കാര്യം പറയുന്നത്, ഈ ആർക്കായി ബാക്ടീരിയ എന്ന് പറയുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം അത് സമുദ്രത്തിൽ പെരുകുകയും അതിനൊരു കൂട്ട മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ്. ആ കൂട്ട മരണം സംഭവിച്ചതിന് ശേഷം ആ സമുദ്രത്തിലെ വെള്ളം ഒരുതരം ദ്രാവക രൂപത്തിൽ, കുഴമ്പ് പരുവത്തിൽ ആയി മാറി എന്നുമാണ് സയൻസിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ജിന്നിന്റെ കാലഘട്ടം അതോടുകൂടി അവിടെ അവസാനിക്കുന്നു. പിന്നീട് മനുഷ്യന്റെ കാലഘട്ടമാണ്, ഇൻസിന്റെ കാലഘട്ടമാണ് വരുന്നത്. അതായത് സമുദ്രത്തിൽ വെച്ച് ബാക്ടീരിയകൾ കൂട്ടനാശം സംഭവിച്ചതോടുകൂടി അതിന്റെ കാലഘട്ടം അവിടെ അവസാനിക്കുകയും പിന്നീട് ഇൻസിന്റെ കാലഘട്ടം തുടങ്ങുകയും ചെയ്യുന്നു. ഇതൊരു 2ാം ഘട്ടം എന്ന് നമുക്ക് പറയാവുന്നതാണ്. വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവികളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതിന് വിരുദ്ധമായി മറ്റൊരു കാര്യമാണ് പറയുന്നത്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വലിയ ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു കാരണം, വെള്ളത്തിൽ ഈ ജൈവ പദാർത്ഥങ്ങൾ രൂപം കൊള്ളുകയാണെങ്കിൽ ഹൈഡ്രജന്റെ തന്മാത്രകൾ അല്ലെ ആറ്റത്തിന്റെ പ്രവർത്തനം കാരണം ഈ രാസവസ്തുക്കളെല്ലാം തന്നെ വിഭജിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഒരുമിച്ച് കൂടി സെറ്റ് ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വരണ്ട പ്രദേശം, ഭൂമി ആവശ്യമാണ് എന്ന നിഗമനത്തിലാണ് പിന്നീട് അവരെത്തിച്ചേരുന്നത്. ഉദാഹരണമായി, ഒരു മാവെടുത്ത് കയ്യിലിട്ട് ഉരുട്ടി അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ആ മാവ് വിഘടിച്ച് ചിന്നിച്ചിതറി പോകുന്നത് പോലെ ഈ ജൈവ വസ്തുക്കൾക്ക് രൂപം നൽകുന്നതിനാവശ്യമായ അജൈവ പദാർത്ഥങ്ങൾ വെള്ളത്തിലാണെങ്കിൽ വിഘടിച്ച് അത് ഇല്ലാതായി പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഇത് രൂപം കൊള്ളണമെങ്കിൽ ഒരു വരണ്ട പ്രദേശം, വെള്ളമില്ലാത്ത അവസ്ഥ ഇതിന് ആവശ്യമാണ് എന്നാണ് സയൻസ് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാരുടെ പഠനം അനുസരിച്ച് സമുദ്രത്തിൽ വെച്ചുള്ള ഈ ജൈവ മിശ്രിതം, അതായത്
ബാക്ടീരിയകളുടെ നാശം സംഭവിച്ച ഈ ജൈവ മിശ്രിതം സാന്ദ്രീകരിക്കപ്പെടുകയും പിന്നീട് കളിമണ്ണിന്റെ നേരിയ പാളികളുടെ രൂപത്തിൽ ഉണങ്ങി വരളുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ആ വരണ്ട ഘട്ടത്തിലൂടെ എത്തിച്ചേർന്നത് എന്നതാണ് ശാസ്ത്രലോകം നിഗമനം കൊണ്ടിട്ടുള്ള കാര്യം. ഇത് തന്നെയല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ ആർക്കൈ ബാക്ടീരിയയുടെ നാശം കാരണം സമുദ്രത്തിൽ വെച്ച് അതിനുണ്ടായ ദ്രാവക രൂപത്തിൽ അതായതിനു ശേഷം അത് വരണ്ട പ്രദേശത്തിലേക്ക് ധൂളിക്കപ്പെടുകയും ജൈവ വസ്തുക്കളിലേക്ക് രൂപം പ്രാപിക്കുന്നത് എന്ന്. നേരത്തെ മണ്ണിൽ നിന്ന് നാം പറഞ്ഞു, മണ്ണിൽ നിന്ന് ചില രാസപദാർത്ഥ കളിമണ്ണിന്റെ അവസ്ഥയിൽ നിന്നും പൊടിമണ്ണിന്റെ അവസ്ഥയിൽ നിന്നും കറുത്ത കളിമണ്ണിന്റെ അവസ്ഥയിൽ നിന്നും മുട്ടിയാ മുഴങ്ങുന്ന അവസ്ഥയിൽ നിന്നും എല്ലാം വന്ന് ധൂളിക്കപ്പെടുന്നതെങ്കിൽ, അതായത് പ്രോട്ടീൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവിടെ എത്തിച്ചേർന്നു, അമിനോ ആസിഡുകളിൽ നിന്ന് പ്രോട്ടീനുകൾ ആയി രൂപാന്തരപ്പെട്ടു എന്ന് മണ്ണിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നാം പറഞ്ഞെങ്കിൽ, അജൈവ അവസ്ഥയിൽ നിന്ന് ജൈവ വസ്തുക്കൾ രൂപം കൊള്ളുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ പൊടിമണ്ണിന്റെ അവസ്ഥയിൽ നിന്ന് കളിമണ്ണിലേക്കും കളിമണ്ണിന്റെ അവസ്ഥയിൽ നിന്ന് കറുത്ത കളിമണ്ണിലേക്കും ആവുകയും, ഇതേപോലെ ജിന്നിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ജിന്ന് താപത്തിൽ നിന്ന് നേരിട്ട് സൃഷ്ടിക്കപ്പെടുകയും ബാക്ടീരിയ എന്ന് സയൻസ് അതിനെ വിളിക്കുന്നു. അത് പെരുകി അതിനൊരു കൂട്ടമരണം സംഭവിക്കുന്നു. അവസാനം ആ കൂട്ടമരണം സംഭവിച്ച ദ്രാവകം ഒരു ദ്രാവക പരുവത്തിൽ ആ സമുദ്രം ധൂളിക്കപ്പെടുകയും അങ്ങനെ ഉണങ്ങി വരണ്ട അവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. എന്നാൽ സയൻസ് മറ്റൊരു കാര്യം പറയുന്നത്, പ്രൊകാരിയോട്ട് ബാക്ടീരിയയും യുക്കാരിയോട്ട് ബാക്ടീരിയയും ഇതിൽ നിന്നാണ് മറ്റെല്ലാ ജീവികളും രൂപം കൊണ്ടിട്ടുള്ളത് എങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ്. ഈ ഒരു കാര്യത്തെ വളരെ വ്യക്തമായി പറയുന്നത്, എല്ലാ വസ്തുക്കളെയും, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും അവൻ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് എന്നും അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, സത്യമായും കെട്ടിക്കിടക്കുന്ന കറുത്ത ചെളിമണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ അകായ് ബാക്ടീരിയകൾ പെരുകുകയും അതിന്റെ കൂട്ടനാശം സംഭവിക്കുകയും അത് ഈ സമുദ്രത്തിൽ ഒരു തരം ദ്രാവകമായി മാറുകയും ചെയ്തു എന്ന്. ഈ ഒരു കറുത്ത കളിമണ്ണിന്റെ അവസ്ഥയാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇതും വിശുദ്ധ ഖുർആൻ മുട്ടിയാൽ മുഴങ്ങുന്ന ദീപരസമുള്ള കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നല്ല, മറിച്ച് മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സന്ദേശമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ പൊടിമണ്ണിൽ നിന്നെന്നോ കളിമണ്ണിൽ നിന്നെന്നോ കറുത്ത കളിമണ്ണിന്റെ സത്തിൽ നിന്നെന്നോ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്നു എന്നോ വെള്ളത്തിൽ നിന്നു എന്നോ, അതേപോലെ ജിന്നിനെ നാരി സമോൺ പുകയില്ലാത്ത തീയിന്റെ ജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ ഖുർആൻ പറഞ്ഞതിലേക്കാണ് സയൻസ് വന്ന് എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധ ഖുർആന്റെ വക്താക്കൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യനായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിനെയാണ് വാർപ്പ് രീതിയിൽ പൊടുന്നനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സുഹൃത്തുക്കളെ, ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദ്യം സൃഷ്ടിക്കപ്പെട്ടു എന്നോ അതേപോലെ ഹവ്വ എന്നുള്ളൊരു പേരോ ഒന്നും തന്നെ ഖുർആനിലില്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ്. നാം ഭൂമിയിലേക്ക് എൻ്റെ ഒരു പ്രതിനിധി, അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നു. എന്തിനാണ് നിയോഗിക്കുന്നത്? മനുഷ്യനെ പ്രബോധിക്കാൻ. കാരണം ആദം നബി അലൈഹി ഇസ്ലാം നബി ആയിക്കൊണ്ടാണ് അള്ളാഹു നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ നബിയാണ് എന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ നബി എന്ന് പറയണമെങ്കിൽ ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. നബാഗ് എന്ന പദത്തിൽ നിന്നാണ് നബി എന്ന പദം ഉണ്ടാകുന്നത്. നബാഗ് എന്ന് പറഞ്ഞ വാർത്തകളാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്ന ആളിനാണ് നബി എന്ന് പറയുക.
അപ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കിയിരുന്ന ഒരു വിശ്വാസമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു സയൻസിന്റെ രൂപത്തിൽ ലോകത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ ഇന്നിന്ന മാർഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് പഠനം നടത്തണം, എന്നിട്ട് എൻ്റെ സൃഷ്ടിപ്പ് ഇതുപോലെ തന്നെയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് ജീവനുള്ളവനാണെന്നും പ്രപഞ്ച സൃഷ്ടാവാണെന്ന് നമുക്ക് ബോധ്യം വരും. അങ്ങനെ ബോധ്യപ്പെട്ട് അള്ളാഹു വിശ്വസിക്കാൻ അത് സഹായകമാകും എന്നുള്ള അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യനെ വാർപ്പ് രീതിയിലല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇവിടെ എടുത്തു പറയുണ്ടായി. മാലക്കും ലാ തറജഊന ലില്ലാഹി വഖാറ വഖദ് ഹലക്കിനാക്കും അദ്വാറകൾക്ക് എന്ത് പറ്റി? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ വകവെച്ചു കൊടുക്കാൻ, മഹത്വത്തെ വകവെച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? അവൻ നിങ്ങളെ വിവിധ രൂപങ്ങളിലും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും സൃഷ്ടിച്ചിരിക്കുന്നു. 77-14-15 വാക്യങ്ങൾ. നിങ്ങൾ തീർച്ചയായും ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് അള്ളാഹു ഘട്ടം സമാവാതി വല്ലാഹു എന്ന് പറഞ്ഞാൽ 7 ഘട്ടങ്ങളായിട്ടാണ് ആകാശത്തെ സൃഷ്ടിക്കപ്പെട്ടത്, ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അള്ളാഹു എന്നുള്ള ഗുണം തന്നെ, അള്ളാഹുവിന്റെ ഗുണം വാർപ്പ് രീതിയിൽ പൊടുന്നതിനെ സൃഷ്ടിക്കലല്ല, അത് അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ പെട്ടതല്ല. അള്ളാഹുവിന്റെ ഗുണം റബ്ബ് എന്നുള്ള ഗുണമാണ്. ഘട്ടം ഘട്ടമായിട്ട് സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു. ഒരു വിത്ത് കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ തന്നെ വലിയൊരു വൃക്ഷമായി വരുന്ന, വൃക്ഷമാക്കി അതിനെ സൃഷ്ടിച്ചെടുക്കുന്ന രീതിയല്ല അള്ളാഹ്ക്ക്. അതിനെ ഒരു പരുവത്തിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടാണ് അതിന്റെ പൂർവാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടിപ്പുകളും എന്ന് ഞാൻ പറയുക. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനും സയൻസും പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ മറ്റുള്ള ഇസ്ലാമിന്റെ വിരോധികൾക്ക് ഇസ്ലാമിനെ പരിഹസിക്കാനോ വിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറെ കഥകളുണ്ടാക്കി ആക്ഷേപിക്കാനുള്ള യാതൊരു സാഹചര്യവും വിശുദ്ധ ഖുർആനിലില്ല. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ തെറ്റാണെങ്കിൽ തിരുത്തി മനസ്സിലാക്കേണ്ടതാണ് എന്നും, അതേപോലെ തന്നെ ബൈബിളിലേക്ക് എടുത്ത് പരിശോധിച്ചാലും ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് തെളിയുകയില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.